ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും PSC ഐം അച്ചീവറിൻ്റെ ഫെബ്രുവരി 18, 19 തീയതികളിലെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ആ കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2024 സിനിമാ ജീവിതത്തിൽ 55 വർഷം പൂർത്തിയാക്കിയ ഇന്ത്യൻ സിനിമാ താരം ആരാണ്? അമിതാഭ് ബച്ചൻ. ഇന്ത്യൻ സിനിമാ താരമായ അമിതാഭ് ബച്ചനാണ് 2024 സിനിമാ ജീവിതത്തിൽ 55 വർഷം പൂർത്തിയാക്കിയത്. 2023 ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ച വ്യക്തികൾ ആരൊക്കെയാണ്? ഗുൽസാർ, രാം ഭദ്രാചാര്യ. പ്രശസ്ത ഉറുദു കവിയും ഗാനരചയിതാവുമായ ഗുൽസാറിനും സംസ്കൃത പണ്ഡിതൻ രാം ഭദ്രാചാര്യക്കുമാണ് 2023 ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചത്. മധ്യപ്രദേശിലെ ചിത്രകൂടിലുള്ള തുളസി പീഠത്തിന്റെ സ്ഥാപകനും ഹിന്ദു ആധ്യാത്മിക ആചാര്യനുമാണ് രാം ഭദ്രാചാര്യ. 21 ലക്ഷം രൂപയും വാഗ്ദേവി ശില്പവും ഫലകവുമാണ് പുരസ്കാരമായി ലഭിക്കുക. നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട സുരക്ഷാ ഉച്ചകോടി 2024 ഫെബ്രുവരിയിൽ നടന്നത് എവിടെയാണ്? മ്യൂണിക്. ജർമ്മനിയിലെ മ്യൂണിക്കിൽ വെച്ചാണ് നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട സുരക്ഷാ ഉച്ചകോടി 2024 ഫെബ്രുവരിയിൽ നടന്നത്. ലോകത്ത് നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ നിർമ്മിത ബുദ്ധി ദുരുപയോഗം ചെയ്യുന്നത് തടയാനായി ഈ ഉച്ചകോടിയിൽ വെച്ച് ടെക് കമ്പനികൾ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ക്ഷീരമേഖലയിലേക്ക് യുവാക്കളെ ആകർഷിക്കുന്നതിനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി ക്ഷീരവികസന വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? കിടാരി പാർക്ക് പദ്ധതി. ക്ഷീരമേഖലയിലേക്ക് കൂടുതൽ യുവാക്കളെ ആകർഷിക്കുന്നതിനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി ക്ഷീരവികസന വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് കിടാരി പാർക്ക് പദ്ധതി. തോട്ടം തൊഴിലാളികൾക്കിടയിൽ പശു വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ക്ഷീരവികസന വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരെന്താണ്? ക്ഷീരലയം പദ്ധതി. തോട്ടം തൊഴിലാളികൾക്കിടയിൽ പശു വളർത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ക്ഷീരവികസന വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് ക്ഷീരലയം പദ്ധതി. തോട്ടം തൊഴിലാളികൾ കൂടുതലുള്ള ഇടുക്കി, വയനാട് ജില്ലകളിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതി ആദ്യം നടപ്പിലാക്കുന്നത് ഇടുക്കി ജില്ലയിലെ മൂന്നാറിലാണ്. ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥാ ഉപഗ്രഹമായ ഇൻസാറ്റ് 3DS ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് 3DS വിക്ഷേപിച്ചത് എന്നാണ്? 2024 ഫെബ്രുവരി 17. ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥാ ഉപഗ്രഹമായ ഇൻസാറ്റ് 3DS ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് 3DS വിക്ഷേപിച്ചത് എന്നാണ്? 2024 ഫെബ്രുവരി 17. നോട്ടി ബോയ് എന്നറിയപ്പെടുന്ന GSLV F-14 റോക്കറ്റ് ഉപയോഗിച്ച് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇൻസാറ്റ് 3DS വിക്ഷേപിച്ചത്. കാലാവസ്ഥാ പ്രവചനം, ദുരന്ത മുന്നറിയിപ്പ്, ഭൗമ സമുദ്ര ഉപരിതല നിരീക്ഷണം എന്നിവയാണ് ഈ ഉപഗ്രഹത്തിന്റെ ലക്ഷ്യം. ഇൻസാറ്റ് 3D, ഇൻസാറ്റ് 3DR, ഓഷ്യൻ സാറ്റ് എന്നിവയാണ് ഇന്ത്യയുടെ മറ്റ് കാലാവസ്ഥാ ഉപഗ്രഹങ്ങൾ. വ്യോമസേനയുടെ വായുശക്തി 2024 എന്ന പേരിലുള്ള വ്യോമാഭ്യാസം നടന്നത് എവിടെ വെച്ചാണ്? പൊക്രാൻ. രാജസ്ഥാനിലെ പൊക്രാനിൽ വെച്ചാണ് വ്യോമസേനയുടെ വായുശക്തി 2024 എന്ന പേരിലുള്ള വ്യോമാഭ്യാസം നടന്നത്. ആകാശത്തിൽ നിന്നുള്ള മിന്നലാക്രമണം എന്നതായിരുന്നു ഈ അഭ്യാസത്തിന്റെ ടാഗ് ലൈൻ. കേന്ദ്ര സർക്കാർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിനെ തുടർന്ന് 2024 ഫെബ്രുവരിയിൽ രാജ്യം വിട്ട ഫ്രഞ്ച് മാധ്യമ പ്രവർത്തക ആരാണ്? വനസ ഡോഗ്നാക്.
ഫ്രഞ്ച് മാധ്യമ പ്രവർത്തകയായ വനസ ഡോഗ്നാഗാണ് കേന്ദ്ര സർക്കാർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിനെ തുടർന്ന് 2024 ഫെബ്രുവരിയിൽ ഇന്ത്യ വിട്ടത്. രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ദേശവിരുദ്ധ വാർത്തകൾ എഴുതി എന്ന കാരണത്താലാണ് കേന്ദ്ര സർക്കാർ വനസയ്ക്ക് നോട്ടീസ് നൽകിയത്. 2024 മാർച്ച് 28 മുതൽ അന്താരാഷ്ട്ര വിമാന സർവീസ് ആരംഭിക്കുന്ന ആഭ്യന്തര വിമാന കമ്പനി ഏതാണ്? ആകാശ. ഇന്ത്യൻ ആഭ്യന്തര വിമാന കമ്പനിയായ ആകാശ എയർലൈൻസ് ആണ് 2024 മാർച്ച് 28 മുതൽ അന്താരാഷ്ട്ര വിമാന സർവീസ് ആരംഭിക്കുന്നത്. പ്രവർത്തനം തുടങ്ങി ഏറ്റവും വേഗത്തിൽ അന്താരാഷ്ട്ര വിമാന സർവീസ് ആരംഭിക്കുന്ന ഇന്ത്യൻ കമ്പനി എന്ന ബഹുമതി ഇതോടെ ആകാശയ്ക്ക് സ്വന്തമാകും. 2022 ആകാശ എയർലൈൻസ് പ്രവർത്തനം ആരംഭിച്ചത്. കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസ ചെലവുകൾക്കായി LIC ആരംഭിച്ച പുതിയ വ്യക്തിഗത നിക്ഷേപ പദ്ധതിയുടെ പേരെന്താണ്? അമൃത് ബാൽ. കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസ ചെലവുകൾക്കായി LIC ആരംഭിച്ച പുതിയ വ്യക്തിഗത നിക്ഷേപ പദ്ധതിയുടെ പേരാണ് അമൃത് ബാൽ. 2024 സൂരജ് കുണ്ട് മേള നടന്ന സ്ഥലം ഏതാണ്? ഹരിയാന. ഹരിയാന സംസ്ഥാനത്തിലാണ് 2024 സൂരജ് കുണ്ട് മേള നടന്നത്. 2024 ഫെബ്രുവരിയിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യ റൺസ് അടിസ്ഥാനത്തിലുള്ള ഏറ്റവും വലിയ വിജയം നേടിയത് ഏത് ടീമിനെതിരെയാണ്? ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ട് ടീമിനെതിരെയാണ് 2024 ഫെബ്രുവരിയിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യ റൺസ് അടിസ്ഥാനത്തിലുള്ള ഏറ്റവും വലിയ വിജയം നേടിയത്. 434 റൺസിന്റെ വിജയമാണ് ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ നേടിയത്. 2024 ബാഡ്മിന്റൺ ഏഷ്യ വനിതാ ടീം ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യയാണ് 2024 ബാഡ്മിന്റൺ ഏഷ്യ വനിതാ ടീം ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ രാജ്യം. PV സിന്ധു നയിച്ച ഇന്ത്യൻ ടീം ഫൈനലിൽ തായ്ലൻഡിനെയാണ് പരാജയപ്പെടുത്തിയത്. ഏഷ്യൻ ടീം ചാമ്പ്യൻഷിപ്പിൽ ആദ്യമായാണ് ഒരു ഇന്ത്യൻ ടീം സ്വർണം നേടുന്നത്. മലയാളി താരം ട്രീസ ജോളി ഇന്ത്യൻ ടീമിലെ അംഗമായിരുന്നു. വിമാനത്തിന്റെ എഞ്ചിൻ ഓഫാക്കി എത്ര മിനിറ്റിനകം യാത്രക്കാരന് ആദ്യത്തെ ബാഗ് ലഗേജ് ലഭ്യമാക്കണമെന്നാണ് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി നിർദ്ദേശിച്ചത്? 10 മിനിറ്റിനുള്ളിൽ. വിമാനത്തിന്റെ എഞ്ചിൻ ഓഫാക്കി 10 മിനിറ്റിനകം യാത്രക്കാരന് ആദ്യത്തെ ബാഗ് ലഗേജ് ലഭ്യമാക്കണമെന്നാണ് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി നിർദ്ദേശിച്ചത്. അരമണിക്കൂറിനുള്ളിൽ യാത്രക്കാരന് എല്ലാ ബാഗുകളും ലഭ്യമാക്കണമെന്നും നിർദ്ദേശിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരിക്ക് ബദലായി കേരളം പുറത്തിറക്കുന്ന അരി ബ്രാൻഡ് ഏതാണ്? കെ അരി. കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരിക്ക് ബദലായി കേരള സർക്കാർ പുറത്തിറക്കുന്ന അരി ബ്രാൻഡാണ് കെ അരി. ഭാരത് അരി കിലോയ്ക്ക് 29 രൂപയ്ക്ക് നൽകുമ്പോൾ കെ അരി 25 മുതൽ 27 രൂപയ്ക്ക് നൽകുവാനാണ് ഉദ്ദേശിക്കുന്നത്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിപണിയിലെത്തിക്കുന്ന സ്വർണ്ണ ഷൂസിന്റെ പേരെന്താണ്? നെവർ സറണ്ടർ. നെവർ സറണ്ടർ എന്ന പേരിലുള്ള സ്വർണ്ണ ഷൂസാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിപണിയിൽ എത്തിക്കുന്നത്. 33,123 രൂപയാണ് ഈ ഷൂസിന്റെ വില. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത ജൈന മതാചാര്യൻ ആരാണ്? വിദ്യാസാഗർ മഹാരാജ്. പ്രശസ്ത ജൈന മതാചാര്യനായ വിദ്യാസാഗർ മഹാരാജാണ് 2024 ഫെബ്രുവരിയിൽ അന്തരിച്ചത്. ഛത്തീസ്ഗഡിലെ ഡോഗർഗഡ് ജൈന ക്ഷേത്രത്തിലെ ആചാര്യനായിരുന്നു വിദ്യാസാഗർ മഹാരാജ്.
മരണം വരെ ഉപവസിക്കുന്ന ജൈനമത ആചാരമായ സല്ലേഖന അനുഷ്ഠിച്ചാണ് ഇദ്ദേഹം മരണം കൈവരിച്ചത്. ജപ്പാനിലെ കൊഗുസെക്കി ക്ഷേത്രത്തിലെ ഏത് ഉത്സവമാണ് സംഘാടകർ വേണ്ടെന്നു വെച്ചത്? സൊമിൻസായ് ഉത്സവം. ജപ്പാനിലെ കൊഗുസെക്കി ക്ഷേത്രത്തിലെ സൊമിൻസായ് ഉത്സവമാണ് സംഘാടകർ വേണ്ടെന്നു വെച്ചത്. ചെറുപ്പക്കാർ മാത്രം പങ്കെടുക്കുന്ന ഈ ഉത്സവ ചടങ്ങിൽ പങ്കെടുക്കാൻ നാട്ടിൽ ചെറുപ്പക്കാർ ഇല്ലാത്തതാണ് ഈ ഉത്സവം വേണ്ടെന്നു വയ്ക്കാൻ കാരണം. ജപ്പാൻ നിർമ്മിച്ച തടി കൊണ്ടുള്ള ഉപഗ്രഹമായ ലിഗ്നോസാറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഏത് മരത്തിന്റെ തടി കൊണ്ടാണ്? മഗ്നോളിയ മരം. ജപ്പാൻ നിർമ്മിച്ച തടി കൊണ്ടുള്ള ഉപഗ്രഹമായ ലിഗ്നോസാറ്റ് നിർമ്മിച്ചിരിക്കുന്നത് മഗ്നോളിയ മരത്തിന്റെ തടി കൊണ്ടാണ്. ബഹിരാകാശ മാലിന്യം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മരം കൊണ്ടുള്ള ഉപഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്